नहीं सुनता ही नहीं मांगने वाला तेरा. സർവ്വധനീയരായ ഉസ്താദ് അവർകളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ വലി അവറുകളുടെ അനുസ്മരണ വാർഷികത്തോട് അനുബന്ധിച്ച് പറയുന്നതിനും അറിയുന്നതിനും വേണ്ടി ഒരുക്കിയിട്ടുള്ള ആത്മീയ സദസ്സിലാണ് നാം എല്ലാവരും ഉള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം അനുഗ്രഹീതമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാന്മാരായ ഔലിയാക്കളെ അനുസ്മരിക്കുകയും അവരുടെ ജീവിതത്തെക്കുറിച്ച് ഓർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ സമയത്ത് ആനുകാലിക സാഹചര്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി ഔലിയാഇനെ കുറിച്ച് പഠിക്കുകയും അവരെക്കുറിച്ചുള്ള പഠനത്തിന്റെ പ്രാധാന്യങ്ങളെ അഭിനവ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലെ ആളുകളെക്കാൾ ഉന്നതരും നല്ലവരും ബുദ്ധിയുള്ളവരും വിവരമുള്ളവരും ഈ കാലഘട്ടത്തിലാണ് എന്ന അബദ്ധമായ ഒരു ധാരണ ചിലരിലെങ്കിലും വ്യാപകമാണ്. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ വിഷയങ്ങളെ മനസ്സിലാക്കിയാൽ ഓരോ കാലഘട്ടം കഴിയുന്തോറും സമൂഹത്തിന്റെ ആത്മീയമായ മൂല്യം, നൈതികമായ ഭദ്രത, ധാർമ്മികമായ പവിത്രത ഓരോ കാലം കഴിയുന്തോറും കുറഞ്ഞുകൊണ്ടാണ് വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും ഉന്നതമായ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്. അതിനോട് അടുത്തു നിൽക്കുന്ന മൂല്യം തൊട്ടടുത്ത നൂറ്റാണ്ടിനാണ്. അതിനേക്കാൾ അടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്നു നിൽക്കുന്ന പവിത്രത തൊട്ടടുത്ത നൂറ്റാണ്ടിനാണ്. ഉത്തമമായ മൂന്ന് നൂറ്റാണ്ടുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടയാളപ്പെടുത്തിയപ്പോൾ ബാക്കി ഇനി പിന്നോട്ട് വരുന്ന ഓരോന്നും ആത്മീയമായ ക്വാളിറ്റിയും ആത്മീയമായ ഗുണങ്ങളും കുറഞ്ഞുകൊണ്ടാണ് വരിക.
അപ്പോൾ ശരിയായ ഇസ്ലാമിനെ അറിയണമെങ്കിൽ ഓൾഡസ്റ്റ് ഇസ്ലാമിനെയാണ് അറിയേണ്ടത്. അതേ സമയത്ത് ഭൗതികമായ വിദ്യാഭ്യാസവും സാങ്കേതികമായ വിദ്യാഭ്യാസവും സംവിധാനങ്ങളുമെല്ലാം ഓരോ കാലഘട്ടം കഴിയുമ്പോഴും വർദ്ധിച്ചാണ് വരിക. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, എന്നോട് ഞങ്ങളോട് ലോകത്തോട് വിട പറയുന്ന നേരത്ത് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹചാരി എന്ന നിലയിൽ വസിയ്യത്ത് ചെയ്യാനുള്ളത്? ഔസിനി യാ സാഹിബ റസൂലില്ലാഹ്, ഞങ്ങളോടൊന്ന് വസിയ്യത്ത് ചെയ്യുക, എന്താണ് അവസാനമായി ഞങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഈ ദുനിയാവിന്റെ ഓരോ ഖജനാവുകളും വിശാലമായി തുറക്കപ്പെടും. ദുനിയാവ് ഓരോ ദിവസവും വിശാലമായി കൊണ്ടിരിക്കും. ലാ തഅഖുദന്ന മിൻഹാ ഇല്ലൽ ബലാഗ്, ആവശ്യത്തിനു മാത്രമുള്ളതേ അതിൽ നിന്ന് സ്വീകരിക്കാവൂ. ഈ ലോകത്തിന്റെ ഖജനാവുകൾ തുറക്കപ്പെടുകയും വൈജ്ഞാനിക സാങ്കേതിക രംഗങ്ങൾ വികാസം നേടുകയും ചെയ്യും. അവിടെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് ആവശ്യത്തിനും മാത്രമുള്ളതിനെ എടുക്കുക. ഈ ഒരു അടിസ്ഥാനപരമായ ആശയം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അറിവും ആത്മീയതയും മതവും ഇസ്ലാമും ഒക്കെ അറിയാൻ ശ്രമിക്കുന്നവർ ഏറ്റവും ആൻഷ്യന്റ് അല്ലെങ്കിൽ ഏറ്റവും ആധുനികമായ രീതിയിൽ നിന്ന് മാറി ഏറ്റവും പഴയതിനെയാണ് ഇസ്ലാമിക അവലംബങ്ങളായി സ്വീകരിക്കേണ്ടത്. ആധുനികമായി ഇസ്ലാമിനെ വളച്ചൊടിക്കുകയും മാറ്റിമറിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അത് ഭൗതികതയുടെ താൽപര്യങ്ങളിൽ നിന്ന് വരുന്ന സൃഷ്ടികളാണ്. അത് വ്യക്തമായി തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. ഒരു കമ്പ്യൂട്ടർ വിദ്യാർത്ഥി പഠിക്കേണ്ടത് ഇപ്പോൾ വരുന്ന ഭാവിയിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന കോഴ്സാണ്. അതേസമയത്തൊരു മതവിദ്യാർത്ഥി പഠിക്കേണ്ടത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും പ്രാചീനമായ ആധികാരികമായ അവലംബയോഗ്യമായ റഫറൻസുകളെയും ഗ്രന്ഥങ്ങളെയും ഇമാമുകളെയും നോക്കിയിട്ടാണ്. എന്നാൽ ആധുനികത ബാധിച്ചുപോയ ചില ആളുകൾ ഈ യാഥാർത്ഥ്യത്തെ അറിയാതെയും മനസ്സിലാക്കാതെയും സമീപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൗരാണികമായി ആചരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ചിന്തകളെയും വിശ്വാസങ്ങളെയും ആധുനികതയുടെയും ഭൗതികതയുടെയും ജ്വരം ബാധിച്ചവർ താൽക്കാലികമായ യുക്തി കൊണ്ട് പരിശോധിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലമായ താൽക്കാലിക യുക്തിയുടെ സൃഷ്ടിയല്ല. ഈ ലോകത്തിന് മുഴുവനും സ്രഷ്ടാവും പരിപാലകനും സംവിധായകനും എല്ലാമായ ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ ഭൂതകാലവും ഭാവികാലവും വർത്തമാനകാലവും എന്ന വ്യത്യാസമില്ല. എല്ലാ കാലഘട്ടത്തിന്റെയും അധിപനാണ്, എല്ലാ കാലത്തിന്റെയും അധികാരിയാണ്. കാലഘട്ടങ്ങളുടെയും കാലത്തിന്റെയും മുഴുവനും അധികാരിയായ പടച്ചവൻ അവതരിപ്പിച്ച ഇസ്ലാം സാർവകാലികവും സാർവലൗകികവും സാർവജനീനവും സർവാതിശായിത്വമുള്ളതും സർവകാല പ്രസക്തിയുള്ളതുമാണ്. ആ ഒരു ഇസ്ലാമിനെ നോക്കിക്കാണേണ്ടത് താൽക്കാലികമായ യുക്തിയുടെയും ചിന്തയുടെയും പ്രായോഗികതയുടെയും കണ്ണുകൊണ്ട് മാത്രമല്ല, അനന്തമായ പ്രാധാന്യത്തിന്റെയും
നിലനിൽക്കുന്ന പ്രായോഗികതയുടെയും പര്യായമാണ് പരിശുദ്ധമായ ഇസ്ലാം. അതുകൊണ്ട് താൽക്കാലിക യുക്തിയുടെയും താൽക്കാലിക ചിന്തയുടെയും അടിസ്ഥാനത്തിൽ മതവിഷയങ്ങളെ നോക്കിയാൽ, ഒരു പ്രാഥമിക ഉദാഹരണം പറഞ്ഞാൽ, വുളൂ മുറിയുന്നത് അന്താരാഷ്ട്രത്തിലും ബഹിരാകാശത്തുമൊക്കെ ആയിരിക്കും. വുളൂ എടുക്കുന്നത് എവിടെയാണ്? കൈകാലുകൾ കഴുകിയിട്ടാണ്, മുഖം കഴുകിയിട്ടാണ്. വുളൂ മുറിഞ്ഞ സ്ഥലത്ത് കഴുകിക്കൊണ്ടല്ല വുളൂ എടുക്കുന്നത്. അതിന്റെ യുക്തിപരമായ പ്രാധാന്യം ഒരാൾ അന്വേഷിച്ചു വന്നേക്കാം. അയാളുടെ മുമ്പിൽ കൂടുതൽ സാഹസപ്പെടേണ്ടതൊന്നുമില്ല. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിനെ സമ്മതിക്കുക, പടച്ചവന്റെ നിയമത്തെ പാലിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ പ്രമേയം. റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിന് ഒരു ശാസ്ത്രജ്ഞനും യുക്തിയും ന്യായവും പറഞ്ഞില്ലെങ്കിലും അത് പട്ടിണി കിടന്നുകൊണ്ട് അനുഭവിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത. പിന്നെ ശാസ്ത്രവും ന്യായവും ഒക്കെ പറയുന്നത് ആർക്കു വേണ്ടിയാണ്? അതിനെ പ്രമാണമാക്കുകയും അതിനെ മാത്രം അംഗീകരിക്കുകയും മതമൂല്യങ്ങളെ അറിയാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അവർ കൂടി സ്വീകരിക്കട്ടെ എന്ന നിലയിലാണ് അത്തരം ന്യായങ്ങളെയും നിദാനങ്ങളെയും നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇത്തരം ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് മഹാന്മാരായ ഔലിയാക്കളെ കുറിച്ച് നാം അറിയേണ്ടത്. പരിശുദ്ധമായ ഖുർആൻ മഹാന്മാരായ ഔലിയാക്കളുടെ പദവിയും അവരുടെ പവിത്രതയും അവരുടെ മഹത്വവുമെല്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയുക, അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവരാരാണ്? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർ ആകുലരോ വ്യാകുലരോ അല്ല. അവർ വേദനയുടെയും യാതനയുടെയും അല്ലെങ്കിൽ പ്രയാസങ്ങളുടെയും പരാദൂരങ്ങളുടെയും വർത്തമാനങ്ങളുമായി നടക്കുന്നവരല്ല. അവർ അള്ളാഹുവിലേക്ക് മനസ്സയക്കുകയും ആരാധന കൊണ്ടവന്റെ സാമീപ്യം നേടുകയും പടച്ചവന്റെ കൽപ്പനകളെ അനുസരിക്കുകയും വിരോധങ്ങളെ പാലിക്കുകയും വിലക്കുകളെ പാലിച്ചുകൊണ്ട് തന്നെ ജീവിക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ഔലിയാക്കൾ എന്നൊരു വിഭാഗം ഇല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ട്. അവിടെയാണ് പരിശുദ്ധമായ ഖുർആൻ ഔലിയാക്കളുടെ മഹത്വവും അവരുടെ ശ്രേഷ്ഠതയുമെല്ലാം വളരെ വ്യാപകമായി നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മഹാന്മാരായ ഔലിയാക്കൾ, അവർക്ക് ഭയമില്ല, അവർക്ക് പ്രയാസമില്ല. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അവർക്ക് ഭൗതിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും സുവിശേഷമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കൽപ്പനകളെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും അവന്റെ വിരോധങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും അവർക്ക് സുവിശേഷമാണ്. ലാ തബ്ദീല ലികലിമാത്തില്ലാഹി ദാലിക ഹുവൽ ഫൗസുൽ അദീം. അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ, ഔലിയാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അൽ ഖായിമൂന ബിഹുഖൂഖില്ലാഹി വഹുഖൂഖി ഇബാദിഹി. അല്ലാഹുവിനോടുള്ള കടപ്പാടും സൃഷ്ടികളോടുള്ള കടപ്പാടും പരിപാലിക്കുന്നവരാണ്. ബിജംഇഹിം ബൈനൽ ഇൽമി വൽ അമലി. അറിവും ആരാധനയും ഒരുമിച്ച് കൂട്ടി നിൽക്കുന്ന ആളുകളാണ്. വസലാമത്തിഹിം മിനൽ ഹഫവാതി വസ്സലൽ. തെറ്റുകളിൽ നിന്ന്, പിഴവുകളിൽ നിന്ന്, മാർഗഭ്രംശങ്ങളിൽ നിന്ന് മാറി അള്ളാഹുവോടുള്ള കടപ്പാടിനെയും അടിമകളോടുള്ള കടപ്പാടുകളെയും പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ആ മഹാന്മാരായ ഔലിയാക്കൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ വിരോധങ്ങളെ പാലിക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനമാണ് വെച്ചിട്ടുള്ളത്. അവരുടെ അടിസ്ഥാന ഗുണമെന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ വിവരമാണ്. അള്ളാഹുവിന്റെ അറിവിനനുസരിച്ചുള്ള
അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിനനുസരിച്ച് ആരാധന ചെയ്യുകയാണ്. അവരാണ് ഔലിയാക്കൾ. നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ ഈ ഖബർസ്ഥാനിൽ, നമ്മുടെ നാടുകളിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ഖബറുകളിലുണ്ട്. എന്നാൽ ചില ആളുകളുടെ ഖബറുകൾ മാത്രം നമ്മൾ അറിയുകയാണ്. അവര് ജീവിതകാലത്ത് നിങ്ങൾ ഞങ്ങളെ ആദരിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടല്ല, അവര് നമ്മളോട് സ്ഥാനാർത്ഥികളായി വോട്ട് ചോദിച്ചതുകൊണ്ടല്ല, അവർ നോട്ടീസ് അടിച്ചിറക്കി എന്നെ മരിച്ചാൽ ഖബറടക്കിയിട്ട് നിങ്ങൾ മഖബറയുണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച് ജീവിച്ചപ്പോൾ അവരെല്ലാവരോടും പറഞ്ഞത് ഞങ്ങളെ നോക്കേണ്ടതില്ല എന്നാണ്. അവരെല്ലാവരോടും പറഞ്ഞത് ഞങ്ങളെ ആരും അറിയേണ്ടതില്ല എന്നാണ്. പക്ഷേ ജനങ്ങൾക്ക് അവരെ അറിയാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്തേ? വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ള ആളുകൾ അവരാരാണ്? അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹുവിനെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്. ആരാധനയുടെ ഏകാന്തമായ രാത്രികളിൽ മുസല്ലകളിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കുന്ന നേരത്തിൽ ലോകാധികാരിയിലേക്ക് മനസ്സയച്ച മഹാന്മാരായ ഔലിയാക്കളെ വിളിച്ചതാരെയാണ്? ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അധികാരിയായ സർവേശ്വരനായ സർവാധികാരിയായ പടച്ചവനിലേക്ക് മനസ്സ് നമിച്ചവരാണ്. അവരെ വിളിക്കുന്നത് യാ റബ്ബൽ ആലമീൻ ഖുദാ നാം ലിഖ് ദേനാ, നബി കാ നാം ലിഖ് ദേനാ, കൈ കുഫ്റോं के झंडा है उधर इस्लाम लिख देना. മഹാന്മാരായ ഔലിയാക്കൾ രാത്രികാലങ്ങളിൽ ആരാധനാ വിട്ടരായിരുന്നു. എന്നിട്ട് പടച്ചവനോട് അവരുടെ മനസ്സ് അയച്ചു. അള്ളാഹുവിനോട് അവരുടെ പ്രയാസങ്ങളെയും ആവശ്യങ്ങളെയും ഉന്നയിച്ചു. അള്ളാഹുവിനെ അവർ ഇഷ്ടം വെച്ചു. അവര് സ്ഥാനമാനങ്ങളെ ആഗ്രഹിച്ചവരല്ല, അവര് സ്ഥാനമാനങ്ങൾ കൊതിച്ചവരല്ല. പക്ഷേ ഞങ്ങളെ ആരും അറിയണ്ടെന്നും ഞങ്ങൾക്കാരും ആനുകൂല്യം നിൽക്കണ്ടെന്നും ആഗ്രഹിച്ചിട്ടും മഹാന്മാരായ ഔലിയാക്കളുടെ പേര് മറഞ്ഞുപോയിട്ടില്ല. ഇവിടെയാണ് ആധുനിക ജനതയുടെ കൺസെപ്റ്റും നമ്മുടെ ഔലിയാക്കളുടെ കാഴ്ചപ്പാടും വേറെയാകുന്നത്. ആധുനിക രക്ഷിതാക്കളുടെ വിചാരം ഭൗതികമായ സ്ഥാനമാനങ്ങളും പദവികളും എല്ലാം ലഭിച്ചാൽ നമ്മളുടെ മക്കളുടെ പേരും പ്രശസ്തിയുമെല്ലാം എക്കാലത്തും നിലകൊള്ളും എന്ന വിചാരമാണ് ഇന്ന് പല ആളുകളെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മഹാന്മാരായ ഔലിയാക്കൾ ഞങ്ങളെ ജനങ്ങൾ അറിയേണ്ടതില്ല, ഞങ്ങളെ ആരും അറിയരുത്, ഞങ്ങൾക്ക് പേരും പ്രശസ്തിയും ആവശ്യമില്ല എന്ന് ചിന്തിച്ച ആളുകളെയാണ് 1000 കൊല്ലത്തിലേറെയായി, ആയിരക്കണക്കിന് വർഷങ്ങളിലേറെയായി അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ആരാണ്? എന്നെ ആരും അറിയരുതെന്ന് ആഗ്രഹിച്ച ആളാണ്. ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ അപ്പോൾ തന്നെ ആ നാട്ടിൽ നിന്ന് കടന്നുകളയും. ഞാൻ നല്ലയാളാണ്, വലിയ ആളാണ് എന്ന നിലക്ക് ജനങ്ങൾ എന്റെ അടുക്കലേക്ക് വന്നുകൂടും എന്ന് മനസ്സിലാക്കി മഹാനായ ഉവൈസ് ബിൻ ആമിർ തങ്ങൾ ഓടിക്കളയുകയാണ്. ഏതുവരെ? മഹാനവറുകൾ വഫാത്തായി ഖബറടക്കപ്പെടുന്നതിന് മുമ്പ് വസിയ്യത്ത് ചെയ്തു, ദുആ ചെയ്തു, അല്ലാഹുവേ, ഞാൻ മരിച്ചാൽ എന്റെ ഖബർ പോലും ജനങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്ര പോലും ജനങ്ങളുടെ അടുക്കൽ എനിക്ക് പേര് വേണ്ട, പ്രശസ്തി വേണ്ട എന്ന് ആഗ്രഹിച്ച മഹാനായ ഉവൈസ് ബിൻ ആമിർ തങ്ങൾ വഫാത്തായിട്ട് ഖബറടക്കിയ യാത്രാസംഘം കുറെ അങ്ങ് മുന്നോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ
ഉവൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കാണുന്നില്ല. ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എവിടെയാണെന്നറിയില്ല. ആ രീതിയിൽ അവിടുന്ന് മറമാടപ്പെട്ട സ്ഥലം പോലും അവ്യക്തമാണ്. ഒരു ഫോട്ടോ ഇല്ല, ഒരു ചിത്രമില്ല, ഒരു ചിത്രീകരണമില്ല. പക്ഷേ 1400 കൊല്ലമായി ലോകം മുഴുവൻ ആദരിക്കുന്നു, സ്നേഹിക്കുന്നു. ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്കും അറിയാം ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ അറിയാം. ഉവൈസുൽ ഖറനിയെ കേൾക്കാത്ത വിശ്വാസികൾ ഇല്ല. കാരണം എന്താണ്? വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ള ജനങ്ങൾ അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അല്ലാഹുവിനെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു അവരെയും ഇഷ്ടപ്പെടുന്നു. അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നു, ഓ ജിബ്രീൽ, ഞാൻ ഇന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടം വെക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം അത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. മാലാഖമാരോട് അഥവാ വാനലോകത്ത് ജീവിക്കുന്ന മലക്കുകളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയും, അല്ലാഹുവും ഞാനും ഇന്നയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടം വെക്കണം. ഭൂമി ലോകത്തുള്ളവരോട് അറിയിക്കുന്നു, ഇന്നയാളെ അല്ലാഹു ഇഷ്ടം വെച്ചിട്ടുണ്ട്, നിങ്ങളും സ്നേഹിക്കണം. അങ്ങനെ ആകാശലോകത്തുള്ള ജീവികളും മഹാന്മാരും ഭൂമി ലോകത്തുള്ള മനുഷ്യരുമെല്ലാം ഇഷ്ടം വെക്കുകയാണ്. അതാണ് ആകാശത്തും മേലും ഭൂമിക്കു താഴെയും അവരെ കൊടി നീളം അത്തീരെ ഉള്ളോവർ. മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മഹത്വമായി മാലയിൽ പറഞ്ഞു, ആകാശലോകത്ത് അറിയപ്പെടുന്ന മഹാനാണ്, ഭൂമി ലോകത്തും അറിയപ്പെടുന്ന മഹാനാണ്. കാരണം അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ലഭിക്കുന്ന പദവിയാണ് ആകാശലോകത്തുള്ളവരുടെ ഇഷ്ടം, ഭൂമി ലോകത്തുള്ളവരുടെ താൽപര്യം. ഇതുപോലെയാണ് മഹാന്മാരായ ഔലിയാക്കൾ. അവര് കാട്ടിലായാലും മേട്ടിലായാലും ഏകാന്തമായ സ്ഥലത്തായാലും അവർ ജാടയിലൂടെ ജീവിക്കാത്തവരാണ്. അവർ ഏകാന്തമായി വസിക്കുകയും മാന്യമായി ജനങ്ങളുടെ മുമ്പിൽ ജാട കാണിക്കുന്ന വസ്ത്രം അവരുടെ കയ്യിലില്ല. അവർക്ക് വലിയ മാനം മുട്ടുന്ന കൊട്ടാരങ്ങളില്ല. പക്ഷേ ഈ നാട്ടിൽ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ഖബറുണ്ടായിട്ടും നമ്മുടെ പള്ളിയുടെ ചാരത്ത് 2 മഹാന്മാരുടെ ഖബറുകൾ അറിയപ്പെടുന്നു. പരിസരത്തുള്ള ഒറ്റപ്പെട്ട ഖബറുകൾ മാത്രം അറിയപ്പെടുന്നു. എന്താ കാരണം? അവർ അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്തവരാണ്, അല്ലാഹുവിനെ ഇഷ്ടം വെച്ചുകൊണ്ട് ജീവിച്ചവരാണ്. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഭൗതികമായ വേദനകളോ നൊമ്പരങ്ങളോ അവരെ അലട്ടിയിട്ടില്ല. താൽപര്യങ്ങളുടെ പിന്നാലെ പോയിട്ട് പാരത്രികതയെ അവർ മറന്നില്ല. അതിന്റെ പേരിൽ അവർ അറിയപ്പെടുകയാണ്. ഇന്ന വലിയല്ലാഹില്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ല സ്വാലിഹീൻ എന്ന് പരിശുദ്ധമായ സൂക്തത്തിലൂടെ അറിയിക്കപ്പെട്ട മഹാന്മാരാണ്. ആ ഔലിയാക്കളുടെ നാമവും പേരും പ്രശസ്തിയുമെല്ലാം ലോകമാകമാനം ശ്രുതി ഉയർന്നു നിൽക്കുന്നവരാണ്. ആ മഹാന്മാരായ സ്വാലിഹീങ്ങളെ ആരും ആവശ്യപ്പെട്ടതുകൊണ്ടല്ല ഇവിടെ ഒരു വലിയനെ അനുസ്മരിച്ചുകൊണ്ട് സമ്മേളനം നടത്തുന്നത്. വിശ്വാസി ലോകത്തിന്റെ ഹൃത്തടങ്ങളിൽ അടയാളപ്പെട്ട ബഹുമാനമാണ്. ആഴ്ന്നു കിടക്കുന്ന സ്നേഹത്തിന്റെ ഭാഗമാണ്. സ്വന്തം വാപ്പാന്റെ ആണ്ട് നടത്താൻ തോന്നണില്ല, സ്വന്തം ഉമ്മാന്റെ ആണ്ട് നടത്താൻ തോന്നണില്ല. ഇവിടെ ജീവിച്ച ഒരു മഹാനെ അനുസ്മരിക്കാൻ ഇവിടെയുള്ളവരുടെ മനസ്സിൽ അംഗീകാരം ഇട്ടുകൊടുത്തതാരാണ്? ലഹുമുൽ ബുശ്റാ. ലോകാധികാരിയായ പടച്ചവൻ ഇട്ടുതന്ന സ്നേഹമാണ്. ശാഫിഈ ഇമാം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ആദരവ്, അബൂ ഹനീഫ ഇമാം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ബഹുമാനം, ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ കേൾക്കുമ്പോൾ ഇന്നലെ ജീവിച്ചിരുന്ന ഒരു മഹാനെ പോലെ, റിഫായി ശൈഖിനെ കുറിച്ച് കേൾക്കുമ്പോൾ കണ്ട് പരിചയമുള്ള ഒരു നേതാവിനെ പോലെ,
നമുക്കെല്ലാവർക്കും പരിചയവും ആദരവും വരുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ മനസ്സിൽ ഇട്ടുതന്ന അംഗീകാരമാണ്, സ്വീകാര്യതയാണ്. അത് മായ്ച്ചു കളയാൻ ഒരാൾക്കും സാധ്യമല്ല. ഒരുപാട് ആളുകളുടെ പ്രതിമ തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും കോഴിക്കോടുമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ചില പാർക്കുകളിലുണ്ട്, കടപ്പുറങ്ങളിലുണ്ട്, ബീച്ചുകളിലുണ്ട്. പക്ഷേ പ്രതിമകൾ ഉണ്ടായിട്ടും അവരെ അറിയാൻ ആളില്ല, അവരെ പറയാൻ ആളില്ല. കാലം അവരെ മറച്ചു കളഞ്ഞു. കൊട്ടാരത്തിൽ ജീവിച്ച രാജാക്കളെ ഓർക്കാൻ ആളില്ല, സപ്രമഞ്ചങ്ങളിൽ കഴിഞ്ഞ ഭരണാധികാരികളെ അറിയാൻ ആളില്ല, വെപ്പാട്ടികളെ വെച്ച് ജീവിച്ച തമ്പുരാക്കന്മാരെ അറിയാൻ ആളില്ല. കാട്ടിന്റെ ഉള്ളിലോ മേട്ടിന്റെ ഉള്ളിലോ പൊത്തിന്റെ ഉള്ളിലോ പടച്ചവനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ഏകാന്തമായി ജീവിച്ച, ഫോട്ടോ ഇല്ലാത്ത, പ്രതിമയില്ലാത്ത, പ്രതിഷ്ഠയില്ലാത്ത മഹാന്മാർ അവര് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. അതാണ് ഔലിയാക്കൾക്കുള്ള അംഗീകാരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അറിയണം, ഈ ഔലിയാക്കന്മാർക്ക് അല്ലാഹു തആല നൽകുന്ന ബഹുമാനമാണ് കറാമത്ത്. കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ളുഹൂറു അംരിൻ ഖാരിഖിൻ ലിൽ ആദ. അതാ ളുഹൂറു അംരിൻ ഖാരിഖിൻ ലിൽ ആദതി അലാ യദി അബ്ദിൻ ളാഹിരി സ്വലാഹി മുൽതസിമിൻ ലിമുതാബഅതി നബിയ്യിൻ മിനൽ അംബിയാഇ മുഖ്തരിനം ബിസഹീഹിൽ ഇഅ്തിഖാദി വൽ അമലി സ്വാലിഹി ഗൈരി മുഖാലിൻ ലിദഅവൻ നുബുവ്വ. ഇബ്നുൽ അബ്ദീൻ റളിയല്ലാഹു അൻഹു പറയാണ്, അസാധാരണമായ ഒരു സംഭവം ഉണ്ടാകലാണ്. അലാ യദി അബ്ദിൻ, അല്ലാഹുവിന്റെ ശരിയായ ഒരു അടിമയുടെ പക്കൽ നിന്ന് ഉണ്ടാകുന്ന അത്ഭുതമാണ്. ളാഹിരി സ്വലാഹി, സ്വലാഹിയത്ത് നന്മയുടെ അഥവാ സജ്ജനങ്ങളുടെ സ്വഭാവം പ്രകടമായ മനുഷ്യനാണ്. മുൽതസിമിൻ ലിമുതാബഅതി നബിയ്യിൻ മിനൽ അംബിയാ, അമ്പിയാക്കന്മാരിൽ ഒരു നബിയെ അവലംബിച്ചുകൊണ്ട്, ഒരു നബിയെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുന്നയാളാണ്. മുഖ്തരിനം ബിസഹീഹിൽ ഇഅ്തിഖാദി, ശരിയായ വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളാണ്. വൽ അമലി സ്വാലിഹി, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ്. ഗൈരി മുഖാലിൻ ലിദഅവൻ നുബുവ്വ, പ്രവാചകത്വം വാദിക്കുന്നയാളല്ല. അപ്പോൾ സജ്ജനങ്ങളായ ആളുകളിൽ നിന്ന് അല്ലാഹു തആല പ്രകടമാക്കുന്ന അസാധാരണ സംഭവങ്ങളാണ്, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ് കറാമത്ത് എന്ന് പറയുന്നത്. പരിശുദ്ധമായ ഹദീസ് പഠിപ്പിക്കുകയല്ലേ, ലാ യസാലു അബ്ദീ യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മസാല അബ്ദീ ബിന്നവാഫിൽ യഖറബു ഹത്താ അകൂന ലഹു യദം വൽ അർജുലാ. അല്ലാഹുവിലേക്ക് ഇബാദത്ത് കൊണ്ട് അടുത്ത മഹാന്മാർ, സുന്നത്തുകളെ പരിപാലിക്കുന്ന ആളുകൾ, അങ്ങനെ സുന്നത്തുകളെ പരിപാലിച്ച് ചിട്ടയോടെ ജീവിക്കുന്ന മനുഷ്യൻ അല്ലാഹുവിലേക്ക് സാമീപ്യം നേടിയാൽ യതഖറബു ഇലയ്യ ബിന്നവാഫിലി, സുന്നത്തായ കർമ്മങ്ങൾ, നിർബന്ധമായ കർമ്മങ്ങൾക്ക് വീഴ്ചയില്ല. നിർബന്ധമായ കർമ്മങ്ങളൊന്നും നഷ്ടമാകാതെ സുന്നത്തായ കർമ്മങ്ങളെ അധികരിപ്പിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കുമ്പോൾ അല്ലാഹു തആല അയാളുടെ കൈക്ക് പ്രത്യേകത നൽകുകയാണ്, അസാധാരണത്വം നൽകുകയാണ്. അയാളുടെ കാലിന് അസാധാരണത്വം നൽകുകയാണ്, അയാളുടെ കാഴ്ചയ്ക്ക് അസാധാരണത്വം നൽകുകയാണ്. അയാളുടെ ഹത്താ അകൂന ലഹു യദം വൽ അർജുലാ, സാധാരണ മനുഷ്യന്റെ കാല് പോലെയല്ല. ചിലപ്പോൾ ദൂരങ്ങൾ താണ്ടാൻ 2 സ്റ്റെപ്പ് കൊണ്ട് കഴിയുന്നു. അവർക്ക് അല്ലാഹു അത്തരം ബഹുമാനം നൽകുന്നു. സാധാരണക്കാരുടെ കൈ പോലെയല്ല, അവരുടെ കൈ കൊണ്ട് സ്പർശിക്കുമ്പോൾ രോഗം മാറുന്നു, പ്രയാസങ്ങൾ അകലുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഇങ്ങനെ അത്ഭുതങ്ങൾ മഹാന്മാരിൽ നിന്ന് പ്രകടമാക്കുമ്പോൾ അതിനാണ് കറാമത്ത് എന്ന് പറയുന്നത്. ഇബ്രാഹിമുൽ ലഖാനി റളിയല്ലാഹു അൻഹു പറയാണ്, വഅസ്ബിതൽ ലിൽഔലിയൽ കറാമ വമൻ നഫാഹാ ഇംബിദൻ കലാമ. ഔലിയാക്കൾക്ക് കറാമത്തുണ്ടെന്ന് നീ വിശ്വസിക്കണം. ഇബ്രാഹിമുൽ ലഖാനിയുടെ ജൗഹറത്തു തൗഹീദ് ലോകത്തെ മുഴുവനും അഖീദ പഠിപ്പിക്കാൻ അവലംബിക്കുന്ന ഗ്രന്ഥമാണ്.
സൗദിയിൽ ചെന്നാലും UAE-യിൽ ചെന്നാലും ഖത്തറിൽ ചെന്നാലും ഒമാനിൽ ചെന്നാലും ബഹ്റൈനിൽ ചെന്നാലും കുവൈത്തിൽ ചെന്നാലും അറബേതര ഇസ്ലാമേതര രാജ്യത്ത് എവിടെയായാലും വിശ്വാസി ലോകം ഇസ്ലാമിന്റെ അഖീദ പഠിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ജൗഹറത്തുത് തൗഹീദ്. നൂറുകണക്കിന് വ്യാഖ്യാനങ്ങൾ ആ ഗ്രന്ഥത്തിനുണ്ട്. ആ ജൗഹറത്തുത് തൗഹീദിലൂടെ പറയാണ് വഅസ്ബിതൽ ലിൽ ഔലിയൽ കറാമാ. മോനെ, ഔലിയാക്കൾക്ക് കറാമത്തുണ്ടെന്ന് നീ ഉറപ്പിച്ചു മനസ്സിലാക്കണം. വമൻ നഫാഹാ ഇംബിദൻ കലാമാ. ആരെങ്കിലും ഔലിയാക്കളുടെ കറാമത്തിനെ നിഷേധിച്ചാൽ അവന്റെ വർത്തമാനം തന്നെ വേണ്ട, അവനോട് വർത്തമാനം ആവശ്യമില്ല. കാരണം അങ്ങനെ തർക്ക വിതർക്കങ്ങൾ ഉയർത്തേണ്ടതല്ല. കറാമത്ത് സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യമാണ്. അറിയുമോ സഹോദരങ്ങളെ, അപ്പോൾ ലോകത്തുള്ള ഔലിയാക്കൾക്ക് അല്ലാഹു തആല വലിയ കറാമത്തുകൾ നൽകിയിട്ടുണ്ട്. എല്ലാ കറാമത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. ബഹുമാനപ്പെട്ട ഇമാം തുസ്തുരി വിശദീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് അൻ-നബ്ഹാനി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഇമാമുൽ ഖുശൈരി വിശദീകരിക്കുന്നുണ്ട്. ഔലിയാക്കളുടെ കറാമത്ത് മുഴുവനും അമ്പിയാക്കളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. ഈ ഉമ്മത്തിലെ മുഴുവൻ ഔലിയാക്കളുടെയും കറാമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. ഇനിയും വരാം. അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തിന്റെ രീതിയിലുള്ള കറാമത്തുകൾ ഔലിയാക്കൾക്ക് ഉണ്ടാകാം. മൂസാ നബി അലൈഹിസ്സലാമിന് ജലത്തെ അതിജീവിക്കുന്ന കറാമത്താണ്. അതിന് കറാമത്തുൻ മൂസവിയ്യ. മൂസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു മുഅ്ജിസത്താണ്. ആ നൈൽ നദി ക്രോസ് ചെയ്തുകൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നത്. സമാനമായി ഒരു വലിയ കറാമത്ത് ഉണ്ടാകാം. സമുദ്രത്തിന് മേലെ കൂടി നടക്കാനുള്ള ബഹുമാനം അല്ലാഹു തആല നൽകാം. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അങ്ങനെയുള്ള കറാമത്തുണ്ട്. കടലിന്റെ മേലെ മുസല്ലയിട്ട് നിസ്കരിച്ചവരാണ്, താഴേക്ക് പോകുന്നില്ല. ഉവൈസ് ബിൻ ആമിർ അൽ-ഖറനി തങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഖല്ലൂബി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്. കടലിന്റെ മേലെ മുസല്ല വിരിച്ചിട്ട് അതിന്മേൽ നിസ്കരിക്കുന്നു, താഴോട്ട് പോകുന്നില്ല. നിരവധി മഹാന്മാരായ ഔലിയാക്കൾക്ക് ഇതുപോലെയുള്ള കറാമത്ത് സംഭവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്ത് അതെന്താണ്? അഗ്നിയെ അതിജീവിക്കാനുള്ള മുഅ്ജിസത്താണ്. തീയെ അതിജീവിക്കുന്ന മുഅ്ജിസത്താണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നി കുണ്ഡാരത്തിലേക്ക് വലിച്ചിടുമ്പോ ഖുല്ലി അനാറുകുനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ? യാ നാറുകൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഈ തീ പൊള്ളിച്ചു കളയുന്ന തീയാണ്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനത് തണുപ്പായി, അത് ശാന്തിയായി. നല്ല ഉദ്യാനത്തിലിരിക്കും പോലെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലിരുന്നതെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു. ഖുർആൻ തന്നെ അടിസ്ഥാനപരമായി അത് സാക്ഷ്യപ്പെടുത്തുന്നു. അതിനു സമാനമായ കറാമത്ത് മഹാന്മാരായ ഔലിയാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ മൂസൽ ഖൗലാനി റളിയല്ലാഹു അൻഹു എന്ന താബിഈയാണ്. സ്വഹാബത്തിന്റെ കാലത്ത് ജീവിച്ച മഹാനാണ്. കള്ളപ്രവാചകനായ അസ്വദുൽ അനസിയുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രവാചകത്വവാദം തെറ്റാണ്, അംഗീകരിക്കാൻ പറ്റൂല. അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ അബൂ മൂസൽ ഖൗലാനി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുകൂലിയായി മാറണം. മഹാനവറുകൾ പറഞ്ഞു, മാറൂല, എന്നാൽ നിങ്ങളെ കൊന്നുകളയാൻ പോവാണ്. അപ്പോൾ അവിടെയുള്ള ചില ജനങ്ങൾ പറഞ്ഞു, അബൂ മൂസൽ ഖൗലാനി നല്ല കഴിവും യോഗ്യതയുമുള്ള ആളാണ്, അതുകൊണ്ട് വേഗമൊന്ന് കൊന്നുകളയണ്ട, അദ്ദേഹത്തിന് ചിന്തിക്കാൻ അവസരം നൽകണം. മഹാനായ അബൂ മൂസൽ ഖൗലാനി തങ്ങളെ വിട്ടുകൊടുത്തു. കുറച്ചു ദിവസം കഴിഞ്ഞ് വിളിച്ചിട്ട് ചോദിക്കുന്നു, എടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചോദിച്ചിട്ട് പറയാണ്, മുഹമ്മദ് നബിയെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? അബൂ മൂസൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഫ്ളലു ഖൽഖില്ലാഹ് നബിയുല്ലാഹി റസൂലുള്ളാഹ് വ ഖാതമുൻ നബിയ്യീൻ.
അന്ത്യപ്രവാചകനാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. ഇതങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ അസ്വദുൽ അനസിയുടെ ചോദ്യം, എന്നെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? എടാ അന്ത കല്ലാബ്, നീ കള്ളനാണ്, നീ തെറ്റായ വാദക്കാരനാണ്, നീ കള്ളപ്രവാചകത്വവാദിയാണ്, നിന്നെ അംഗീകരിക്കാൻ എനിക്ക് പറ്റൂല. ബഹുമാനപ്പെട്ട അബൂ മൂസൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിനെ അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചിടുകയാണ്. അബൂ മൂസൽ ഖൗലാനി തങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുഅ്ജിസത്ത് കൊണ്ട് തീയിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ അബൂ മൂസൽ ഖൗലാനി തങ്ങൾക്ക് അല്ലാഹു കറാമത്ത് നൽകി. അഗ്നികുണ്ഡാരത്തിൽ നിന്നൊരു പോറല് പോലും ഏറ്റില്ല. ഈ വിഷയം പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിയങ്ങൾ മാത്രമല്ല, സ്വാലിഹീങ്ങളായ ഇമാമിയങ്ങൾ മാത്രമല്ല, ഇവിടെ ഔലിയാക്കളെ നിഷേധിക്കുകയും അമ്പിയാക്കളെ ചെറുതാക്കി കാണിക്കുകയും ചെയ്യുന്ന ചില പ്രസ്ഥാനങ്ങളുണ്ട്. അവരുടെ നേതാവ് വരെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അബൂ മൂസൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് അത്രയും വലിയ മഹത്വമാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾക്കുള്ളത്. ഇതുപോലെ എല്ലാ മഹാന്മാരായ സ്വാലിഹീങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ ഒരാൾക്ക് കറാമത്തില്ല എന്നതുകൊണ്ട് അയാൾ വലിയ ആകാതിരിക്കൂല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടുതൽ കറാമത്തുകൾ മുഹീദ്ദീൻ ശൈഖിന്റേതുപോലെയില്ല എന്നതുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ വലിയ ആളാകുന്നില്ല. ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ നേതാവാരാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തുകൾ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ അത്രയും ചിലപ്പോൾ നമുക്ക് വായിക്കാൻ കിട്ടൂല. അതുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് വലിയ ആളും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചെറിയ ആളും ആവുകയില്ല. നബിമാര് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പദവിയുള്ള ആളാരാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ. അപ്പൊ കറാമത്ത് ഉണ്ട് ഇല്ല എന്നതുകൊണ്ടൊരു വലിയ അല്ലാതെ ആവുകയില്ല. മറിച്ച് ഔലിയാക്കൾക്ക് അല്ലാഹു തആല നൽകുന്ന അത്ഭുതകരമായ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുക. ഒരു വലിയിൽ നിന്ന് കറാമത്ത് ഉണ്ടാകാം, മറ്റൊരു വലിയിൽ നിന്ന് കറാമത്ത് ഇല്ലാതിരിക്കാം. ഒരു വലിയിൽ നിന്ന് കൂടുതൽ കറാമത്ത് ഉണ്ടാകാം, ഒരു വലിയിൽ നിന്ന് കുറഞ്ഞ കറാമത്തുകൾ ഉണ്ടാകാം. എന്നാലും അടിസ്ഥാനപരമായി കറാമത്ത് നിഷേധിക്കാൻ കഴിയില്ല. അറിയുമോ സഹോദരങ്ങളെ, സ്വഹാബികളുടെ പ്രമുഖനല്ലേ സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി പോകുമ്പോ, അള്ളാഹിന്റെ പരിശുദ്ധ ദീനിനു വേണ്ടി പ്രചരണത്തിനിറങ്ങിയപ്പോൾ എതിരാളികളെ പിടിച്ചുകൊണ്ടുപോയി ബന്ദിയാക്കിയിട്ട് ജയിലിൽ അടയ്ക്കുകയാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ. അള്ളാഹിന്റെ ഹബീബിന് വേണ്ടി ജീവൻ കൊടുത്ത മഹാനാ ഖുബൈബ് റളിയല്ലാഹു അൻഹു. ആ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ അടച്ചപ്പോ ബിൻതുൽ ഹാരിസ് ബിൻ ആമിർ പറയാണ്, വല്ലാഹി മാ റഅയ്തു വസീറൻ ഖത്തു ഖൈറൻ മിൻ ഖുബൈബ്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ മാന്യനായ ഒരു ബന്ദിയെ ഞാൻ കണ്ടിട്ടില്ല. ജയിലറയുടെ ഉള്ളിൽ അടച്ചിട്ടിരിക്കുമ്പോഴാണ് ഒരു ഭക്ഷണവും കൊടുക്കുന്നില്ല, ഒരു പാനീയവും കൊടുക്കുന്നില്ല. ബിൻതുൽ ഹാരിസിന്റെ കുഞ്ഞുമോള് അതാ ഒരു കളിക്കുന്ന കൊച്ചുകുട്ടിയെന്ന് ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹു കത്തി കൊണ്ട് നഖം വെട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എതിരാളിയുടെ കുട്ടി എഴഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹു കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ചപ്പോ കുഞ്ഞിന്റെ ഉമ്മ നിലവിളിച്ചുകൊണ്ട് ഓടി ചെല്ലുമ്പോഴും ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോളെ പേടിക്കണ്ട, ഞാനിതാ ഈ കുട്ടിയോട് വാത്സല്യമുള്ളവനാ, ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോഴാ ഹാരിസിന്റെ മകള് പറയുന്നത്, വല്ലാഹി മാ റഅയ്തു വസീറൻ ഖത്തു ഖൈറൻ മിൻ ഖുബൈബ്. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ മാന്യനായ ഒരു ബന്ദി ഞാൻ കണ്ടിട്ടില്ല. വല്ലാഹി ലഖദ് വജദ്തുഹു യൗമൻ യഅകുലു ഖത്ഫ ഇനബിൻ ഫീ യദിഹി
ആരോരും കടന്നു ചെല്ലാത്ത ജയിലറയുടെ ഉള്ളിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ബന്ദിയാക്കിയിട്ടിട്ട് ശത്രുപാളയത്തിന്റെ ഇടയിൽ കൊലക്കയറുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഖുബൈബ് എന്നവരുടെ അടുക്കലേക്ക് ചെന്നപ്പോ ഒരു കുല നല്ല പഴുത്ത പാകമായ മുന്തിരി കയ്യിൽ പിടിച്ചുകൊണ്ട് കഴിക്കുകയാ. അക്കാലത്ത് മക്കയിൽ മുന്തിരി കിട്ടുന്ന കാലമല്ല. വമാ ബിമക്കത മിൻ സമർ, ആ മക്കയിൽ ഒരു പഴവും കിട്ടാത്ത കാലമാ. പക്ഷേ ജയിലിന്റെ ഉള്ളിൽ കിടക്കുന്ന ഖുബൈബ് റളിയല്ലാഹു അൻഹു മുന്തിരി കഴിച്ചുകൊണ്ടിരിക്കുകയാ. എവിടെന്നാണെന്നറിയുമോ? കറാമത്ത് എന്ന നിലക്ക് ലോകാധികാരിയായ റബ്ബ് ജയിലറയുടെ ഉള്ളിൽ നൽകിയ പഴമാണ്, ഫലമാണ്. ചരിത്രം രേഖപ്പെടുത്തുകയാണ്. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ റൂമിന്റെ അടുക്കലേക്ക് സക്കരിയ നബി അലൈഹിസ്സലാം ചെല്ലുമ്പോ അതാ ശൈത്യകാലത്തെ പഴം കാണുകയാണ്. വേനൽക്കാലത്തെ പഴം കാണുകയാണ് ശൈത്യകാലത്ത്. ചോദിക്കുന്നു, മോളെ അന്നാലക്കി ഹാദാ, ഈ പഴമെല്ലാം ഈ റൂമിന്റെ ഉള്ളിൽ എവിടുന്നാ മോളെ? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, ലോകാധികാരിയായ അല്ലാഹു നൽകുന്നതാണ്. അരമനയുടെ അകത്തളത്തിൽ ആരോരും ചെല്ലാത്ത ഇരുട്ടുമുറിയുടെ ഉള്ളിലേക്ക് പ്രിയപ്പെട്ട മറിയം ബീവിക്ക് ഫലം കൊടുത്തതാരാ? അത് മറിയം ബീവിക്ക് കറാമത്ത് എന്ന നിലക്ക് നൽകിയതാണ്. ഭൗതികമായ മാനദണ്ഡങ്ങളുടെയും കാര്യകാരണങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല, ആത്മീയമായ കറാമത്തിന്റെ രീതിയിൽ ബഹുമാനപ്പെട്ട മറിയം ബീവിക്ക് ഭക്ഷണം കൊടുത്തത് ഖുർആൻ രേഖപ്പെടുത്തിയിട്ടില്ലേ? അതുപോലെയാണ് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആരാണ്? ഒരു ബഹുദൈവ വിശ്വാസിയും ജീവിതകാലത്ത് സ്പർശിക്കാത്ത മഹാനാണ്. മഹാനവറുകളുടെ ശരീരത്ത് ഒരാളും തൊടാൻ പാടില്ല എന്നൊരാഗ്രഹമുണ്ട്. അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായ മകൻ മഹാനാണ് സയ്യിദുനാ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഷഹീദായപ്പോ മുശ്രിക്കീങ്ങളിൽ നിന്ന് ചിലർ വിചാരിച്ചു, നാസം മിനൽ മുശ്രിക്കീന അറാദു ഖത്അ ശൈഇൻ മിൻ ജസദി ആസിം ഇബ്നു സാബിത്ത്. ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് അവർ അല്പഭാഗമെങ്കിലും മുറിച്ചെടുക്കാൻ വേണ്ടി അവർ കാത്തു നിൽക്കുമ്പോ അല്ലാഹു തആല പ്രത്യേകമായ ഒരു ഒഴുക്ക് വെള്ളം ഇറക്കിയിട്ട്, മഴയിറക്കിയിട്ട് എതിരാളികളുടെ കൺമുന്നിൽ നിന്ന് ബഹുമാനപ്പെട്ട ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരമങ്ങ് മാറ്റിക്കളഞ്ഞു. അവർക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഇമാം അഹ്മദും ഇമാം ഹാക്കിമും ഇമാം ബുഖാരിയും റഹിമഹുമുല്ലാഹ് രേഖപ്പെടുത്തിയില്ലേ സഹോദരങ്ങളെ? അത്രയും വലിയ കറാമത്തിന്റെ ഉടമയാണ് സയ്യിദുനാ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ സാധാരണയ്ക്ക് വിപരീതമായി അസാധാരണമായ രീതിയിൽ ഔലിയാക്കളിലൂടെ പ്രകടിപ്പിക്കുന്ന അത്ഭുതങ്ങളെയാണ് കറാമത്ത് എന്ന് പറയുന്നത്. ഈ രീതിയിൽ എല്ലാ ഔലിയാക്കളുടെയും ചരിത്രം പരിശോധിച്ചാൽ പല നിലയിലുമുള്ള കറാമത്തുകൾ കാണാം. സ്വഹാബത്തിന്റെ കറാമത്ത് മാത്രം പറഞ്ഞാൽ എത്രയോ ദിവസം പറയാനുണ്ട്. പിന്നീട് ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ കറാമത്ത് പറഞ്ഞാലോ, സാധുവായ ഞാൻ ഗൗസുൽ ആലം തങ്ങളെക്കുറിച്ച് മാത്രം പ്രസംഗിച്ച 4 മണിക്കൂർ CD ഉണ്ട്. അതിൽ മഹാനവറുകളുടെ കറാമത്തുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം പീറാനെ പീർ ഗൗസ് കഹേ ഗൈസ് ഹെ ശൈദാ തേരാ ഗൗസ് കഹേ ഗൈസ് ഹെ ബാലാ തേരാ. ആ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഒട്ടനവധി കറാമത്തുകൾ അത് നിഷേധിക്കാൻ പറ്റാത്ത വിധത്തിൽ സ്ഥിരപ്പെട്ടതാണ് എന്ന് മഹാന്മാരായ ചരിത്രകാരന്മാർ എഴുതുകയും കേരളത്തിൽ കറാമത്തിനെ നിഷേധിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവരുടെ തന്നെ നേതാക്കൾ എഴുതി വെച്ചു, മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ കറാമത്തുകൾ അത് നിഷേധിക്കാൻ പറ്റാത്ത വിധം ഐക്യകണ്ഠേനയായി അറിയപ്പെട്ടതാണ്.
അങ്ങനെയുള്ള കറാമത്തിന്റെ ഉടമയാണ് ഗൗസുൽ ആദം തങ്ങൾ. ഗൗസുൽ ആദം തങ്ങൾക്ക് എത്രയോ കറാമത്തുകൾ, പകൽ വെളിച്ചം പോലെ ബോധ്യമാകുന്ന കറാമത്തുകൾ മഹാനവർകൾക്കുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ അർ-റിഫായി റളിയല്ലാഹു അൻഹുവിനുണ്ട്. നിങ്ങൾ നോക്കൂ, ബഗ്ദാദിലേക്ക് ചെന്നാൽ ഇറാഖ് എന്ന് പറയുന്ന രാജ്യം പടിഞ്ഞാറന്റെ ആക്രമണം കൊണ്ട് ഒരുപാട് തകർന്നുപോയ രാജ്യമാണ്. എന്നാൽ അവിടെ 3 സ്ഥലത്ത് പരിക്ക് പറ്റിയിട്ടില്ല. ഒരു സ്ഥലമേതാണ് ഗൗസുൽ ആദം തങ്ങളുടെ മഖ്ബറയും പള്ളിയുമാണ്. ഒരു സ്ഥലം ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ അർ-റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും പള്ളിയുമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹനീഫത്ത് അൻ-നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും പള്ളിയുമുള്ള സ്ഥലത്ത് അമേരിക്കക്കാരന്റെ ബോംബുകളും മിസൈലുകളും ഒരുപാട് വർഷിച്ചെങ്കിലും ഈ 3 ഔലിയാക്കളുടെ ഖബറുകൾക്ക് തകരാറ് പറ്റിയിട്ടില്ല. അവരുടെ ഖബറുകൾക്ക് കേടുവന്നിട്ടില്ല. കഴിഞ്ഞ മാസവും നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരൊക്കെ ആ നാട്ടിൽ നേരിട്ട് പോയിട്ട് വന്ന് പറഞ്ഞ വസ്തുതയാണ്. അവരെ നേരിട്ട് കണ്ടിട്ട് വന്ന് നമ്മളോട് പറഞ്ഞ കാര്യമാണ്. അവിടെ ഔലിയാക്കളുടെ ഖബറുകൾക്ക് കേടുവന്നിട്ടില്ല. അറിയുമോ സഹോദരാ, ഇതുപോലെയാണ് മഹാന്മാരായ സ്വാലിഹീങ്ങൾ. അവർ അല്ലാഹുവിന് വേണ്ടി ജീവിച്ചപ്പോൾ അവർക്ക് പ്രത്യേകമായ കാവലാണ്, ബഹുമാനമാണ്. അറിയുമോ, സയ്യിദത്തുനാ ഉമ്മു ഐമൻ ബറക്കത്തുൽ ഹബശിയ്യ, ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ അറിയില്ലേ? അല്ലാഹുവിന്റെ ഹബീബിന് പരിചരണം നൽകിയ മഹദിയല്ലേ? ആ മഹാനായ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഇമാം അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയില്ലേ? ഖറജത്ത് ഉമ്മു ഐമൻ മുഹാജിറതൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ മക്കത ഇലൽ മദീന. ഉമ്മു ഐമൻ എന്നവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്തു. ഉമ്മു ഐമൻ എന്നവർ മക്കയിൽ നിന്ന് റസൂലുള്ളാഹിനെ തേടിയിട്ട് മദീനയിലേക്ക് പോവുകയാണ്. വഹിയ സ്വായിമത്തുൻ ലൈസ മഅഹാ സാദുൻ വലാ ഹമൂലത്തുൻ വലാ സിഖാ. ശക്തമായ ചൂടുള്ള സമയമാണ്. അന്നപാനീയങ്ങളോ യാത്രാ സൗകര്യങ്ങളോ ഒന്നും കയ്യിലില്ല. ഒന്നുമില്ലാതെ വരുമ്പോ മഹദിയവറുകൾ വിശപ്പും ദാഹവും എല്ലാം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോ തലഭാഗത്ത് നിന്നൊരനക്കം കാണുകയാണ്. ഫറഫഅത് റഅസഹാ. മഹദിയവറുകള് തല ഉയർത്തി നോക്കിയപ്പോ ഒരു തൊട്ടിയിൽ അഥവാ ഒരു ബക്കറ്റിൽ വെള്ളമതാ തൂങ്ങി നിൽക്കുകയാണ്. ഫഅഖൽതു ബിയദീ. ഞാൻ ആ ബക്കറ്റിൽ നിന്നുള്ള വെള്ളം ഇങ്ങെടുത്തു. അതിൽ നിന്ന് ഞാൻ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ജീവിതകാലത്ത് എനിക്ക് ദാഹമുണ്ടായിട്ടില്ല. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ ദാഹിച്ച് വിവശയായി നിൽക്കുമ്പോ വാനലോകത്ത് നിന്ന് ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങനെ വരികയാണ്. ലോകപ്രസിദ്ധ ഹദീസ് പണ്ഡിതനായ ഇമാം അബ്ദുർ റസാഖ് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മഹാന്മാര് വേറെയും ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിചാരകയാണ്, മഹത്വമുള്ള നേതാവാണ്, മഹദിയാണ്. മഹദി അവറുകൾ അതാ ഭക്ഷണത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് വിശപ്പും ദാഹവും ഒരുമിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുക്കുന്നു വെള്ളം. ആ വെള്ളം കുടിച്ചതിന് ശേഷം പിന്നെ ദാഹമുണ്ടായിട്ടില്ല. ഇത് പറയുമ്പോ ചില ആളുകൾ നാളെ വിമർശനം പറഞ്ഞേക്കാം. അങ്ങനെയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ജീവിതകാലത്ത് പിന്നെ ദാഹിച്ചില്ലെന്നാണോ? എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ചില സംഘടനകൾ
അവരുടെ നേതാവായ ഇബ്നു തൈമിയ്യ. കറാമത്തിനെ നിഷേധിക്കുന്ന പല സംഘടനകളും നമ്മുടെ നാട്ടിലുണ്ട്. ആ സംഘടനകളുടെ മുഴുവനും നേതാവായ ഇബ്നു തൈമിയ്യയുടെ ഫതാവയുടെ 11-ാം വാള്യം 277-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്, وخرجت أم أيمن مهاجرة وليس معها زاد ولا ماء. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ഹിജ്റയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. മക്കയിൽ നിന്ന് മദീനയിലേക്കാണ്. ഫകാദത്ത് തമൂതു മിനൽ അത്ശി, ദാഹം കൊണ്ട് മരിക്കാനെടുത്തു. ഫലമ്മാ കാന വഖ്തുൽ ഫിത്രി, നോമ്പ് തുറക്കേണ്ട സമയമായപ്പോ അതാ ഒരനക്കം തലഭാഗത്ത് നിന്ന് കാണുകയാണ്. ഫൈദാ ദൽവം മുഅല്ലഖുൻ, ഒരു ബക്കറ്റതാ ഇങ്ങനെ കെട്ടി തൂങ്ങിക്കിടക്കുകയാണ്. ഫശരിബത്ത് മിൻഹു, അതിൽ നിന്ന് മഹദി അവറുകൾ വെള്ളം കുടിച്ചു. വമാ തിശത് ബഖിയത ഉംരിഹാ, പിന്നെ ജീവിതകാലത്ത് ദാഹമുണ്ടായിട്ടില്ല. നമ്മുടെ ഇമാമിയങ്ങൾ എഴുതിയതാണ് ആദ്യം ഞാൻ വായിച്ചത്. കറാമത്തിനെ എതിർക്കുന്ന ചില ആളുകളുണ്ട്, അവരുടെ നേതാവ് എഴുതിയതാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. അപ്പോൾ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു തആല നൽകിയ കറാമത്താണ്. അതാ ഹിജ്റയുടെ വഴിയിലേക്ക് പോകുമ്പോ വെള്ളം കുടിച്ചു. അത് അഭൗതികമായ ജലമാണ്. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ദാഹമില്ല. ഇതുപോലെയാണ് മഹാന്മാരായ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ. അവർക്ക് വെള്ളം അനുകൂലമാകുന്നു, അവർക്ക് കാറ്റ് അനുകൂലമാകുന്നു, അവർക്ക് വന്യജന്തുക്കൾ അനുകൂലമാകുന്നു, അവർക്കൊരുപാട് അത്ഭുതങ്ങൾ അല്ലാഹു തആല നൽകുന്നു. കണ്ടില്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലമാണ്. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ ഗവർണറാണ്. അതാ ഈജിപ്തിൽ നോക്കിയപ്പോൾ വർഷത്തിൽ ഒരിക്കൽ നൈൽ നദി ഒഴുകണമെങ്കിൽ ആ നൈൽ നദിയിലേക്കൊരു സുന്ദരിയായ പെൺകുട്ടിയെ ഇട്ടുകൊടുക്കണം. അഥവാ ഒരു പെൺകുട്ടിയെ ഹോമിച്ചു കളയണം, എന്നാലേ നൈൽ നദി ഒഴുകുകയുള്ളൂ. നൈൽ നദി ഒഴുകിയില്ലെങ്കിൽ ആ നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റൂല. അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അറിയുകയാണ്. ജനങ്ങൾ പറഞ്ഞു, ഓ ഗവർണറെ, എല്ലാ കൊല്ലവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കുളിപ്പിച്ചൊരുക്കിയിട്ട് നല്ല വസ്ത്രവും ആഭരണവും ഒക്കെ ഇട്ടിട്ട് ഈ നദിക്ക് കൊടുക്കണം, എന്നാലേ ഇതൊഴുകുകയുള്ളൂ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ഹാദാ ലാ യകൂൻ, അത് സംഭവിക്കാൻ പറ്റൂല, അതനുവദിക്കപ്പെടാവുന്ന കാര്യമല്ല. അൽ ഇസ്ലാമു യഹ്ദിമു മാ കാന ഖബലഹു, ഇസ്ലാം അതിനു മുമ്പുള്ള അന്ധവിശ്വാസങ്ങളെ മുഴുവനും മാറ്റിക്കളഞ്ഞ മതമാണ്. അങ്ങനെ ഒരു ഹോമമില്ല, അങ്ങനെ ഒരു കൊടുക്കലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കത്തെഴുതി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. കത്തെഴുതിയിട്ട് പറഞ്ഞു, ഓ ഖലീഫ, ഇവിടെ നൈൽ നദി ഒഴുകണമെങ്കിൽ ഒരു പെൺകുട്ടിയെ ഹോമിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അവരെ തടഞ്ഞു വെച്ചിരിക്കുന്നു, നിങ്ങൾ തീരുമാനം തരണം. ആരോടാണ് പറയുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സന്ദേശം അയച്ചു. അവരങ്ങനെ ചെയ്യാൻ നോക്കിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അൽ ഇസ്ലാമു യഹ്ദിമു മാ കാന ഖബലഹു, അതിനു മുമ്പുള്ള അന്ധവിശ്വാസങ്ങളെ ഇസ്ലാം അതാ തിരുത്തി നേരെയാക്കിയിരിക്കുന്നു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഫലകം എടുത്തു, ഒരു കടലാസ് എടുത്തിട്ട് എഴുതുകയാണ്, മിൻ അബ്ദില്ലാഹി ഉമർ, ഉമറാകുന്ന അല്ലാഹുവിന്റെ ദാസൻ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് എഴുതുകയാണ്, ഇലാ നീലി അഹ്ലി മിസ്റ, മിസ്റിലെ ഈജിപ്തിലെ നൈൽ നദിക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് എഴുതുന്ന കത്ത്. ആർക്കാണ് കത്തെഴുതുന്നത്? നൈൽ നദിക്ക് കത്തെഴുതുന്നു. ആര് എഴുതുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. തൗഹീദ് അറിയാത്ത ആളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് ഇസ്ലാം പഠിച്ച മഹാൻ. ഇദാ സലക ഉമറു ഫീ തരീഖിൻ സലക അശ്ശൈത്വാനു ഫീ തരീഖിൻ ആഖർ.
ഒരു വഴിയിലൂടെ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ നടന്നാൽ ആ വഴിയിലൂടെ പിശാച് വരൂല. അൽ ഹഖ്ഖു അലാ ലിസാനി ഉമറ, സത്യം ഉമർ ബിൻ ഖത്താബിന്റെ നാവിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിക്കൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വപ്നത്തെ കുറിച്ച് വ്യാഖ്യാനിച്ചു. എല്ലാവരുടെയും വസ്ത്രം അരവരെ തണ്ടങ്കാല് വരെയൊക്കെ നീണ്ടുകിടക്കുമ്പോൾ ഉമർ ബിൻ ഖത്താബ് ഖമീസ് വലിച്ചഴച്ചുകൊണ്ട് നടക്കുകയാണ്. നീണ്ട വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നു. എന്താണത്? അത് ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഈമാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാഖ്യാനിച്ചു. അങ്ങനെയുള്ള ഈമാനിന്റെ നേതാവാണ് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. സാമ്രാജ്യങ്ങളെ ഞെട്ടിത്തെരിപ്പിക്കുകയും ആധുനികതയുടെ മുമ്പിലും അവതരിപ്പിക്കാൻ പറ്റുന്ന ഭരണ പരിഷ്കാരങ്ങളെ കൊണ്ട് ഇസ്ലാമിക ഖിലാഫത്തിന് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്ത ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഒരു കടലാസ് എടുത്തിട്ട് എഴുതുകയാണ്, ഓ നൈൽ നദിയേ, എഴുതുന്നതാരാണ്? ഉമറാണ്, അമീറുൽ മുഅ്മിനീനാണ്. നീ നിന്റെ ഇഷ്ടപ്രകാരമാണ് ഒഴുകുന്നതെങ്കിൽ ഇനി ഒഴുകേണ്ട ആവശ്യം ഇല്ല. നീ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് ഒഴുകുന്നതെങ്കിൽ മര്യാദയ്ക്ക് ഒഴുകിക്കൊള്ളണം എന്ന ഒരു കത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ നൈൽ നദിക്ക് എഴുതുകയാണ്. കൊണ്ടുപോയി നൈൽ നദിയിലിട്ട് കൊടുക്കുമ്പോ നൈൽ നദിയുടെ ഒഴുക്കിന് തടസ്സമില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തല്ലേ. പ്രിയപ്പെട്ട ജനങ്ങളെ, മഹാന്മാരായ സ്വഹാബിമാരുടെ സംഭവമാണ് ഞാൻ പറയുന്നത്. ചില ആളുകളൊക്കെ ഔലിയാക്കളെ മനസ്സിലാക്കാതെ പോയി. അനുഭവമുള്ള ആളുകൾക്ക് അതിൽ നിന്ന് മാറാൻ കഴിയില്ല. ശരിയായ വിവരം പഠിച്ചവർക്കത് നിഷേധിക്കാൻ കഴിയില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വേറെയും കറാമത്തുകളില്ലേ? മദീനയിൽ നിന്ന് വിളിച്ചു, മാസങ്ങളുടെ വഴി ദൂരമുള്ള നഹാവന്തിലേക്ക്, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, ഓ സാരിയ, പർവ്വതമുഖത്തുകൂടെ സൈന്യം വരുന്നത് നോക്കിക്കോ. മിമ്പറിൽ നിന്നുകൊണ്ട് മദീനത്ത് നിന്ന് പറയുകയാണ്. അന്ന് മൊബൈൽ ടെക്നോളജി കണ്ടുപിടിച്ചിട്ടില്ല, സാറ്റലൈറ്റ് സംവിധാനമില്ല. കറാമത്ത് എന്ന നിലക്ക് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ വിളിച്ച വിളി സാരിയ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ കാതിൽ കേൾക്കുകയാണ്. സാരിയ റളിയല്ലാഹു അൻഹു ആക്ഷൻ എടുക്കുകയാണ്. സൈന്യം വിജയിക്കുകയാണ്. ഈജിപ്തിലെ നഹാവന്തിലേക്ക്, സൗദി അറേബ്യയിലെ മദീനയിൽ നിന്നൊരൊറ്റ വിളിയാണ്. അതാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത്. ഇനിയും വരൂ, ബഹുമാനപ്പെട്ട സുലത്ത് ബിൻ അശിയം റളിയല്ലാഹു അൻഹു, വലിയ മഹാനല്ലേ. സിഫത്തു സഫു എന്ന ഗ്രന്ഥത്തിൽ കാണാം, അബൂ ഹമ്മാദ് ബിൻ ജഅഫർ എന്നവർ റിപ്പോർട്ട് ചെയ്യുകയാണ്. കാബൂളിൽ യുദ്ധം നടക്കുന്ന സമയം സൈന്യമെല്ലാം പോവുകയാണ്. വഴിയിൽ ഇങ്ങനെ സൈന്യം തമ്പടിച്ചു നിൽക്കുമ്പോൾ സുലത്ത് ബിൻ അശിയം റളിയല്ലാഹു അൻഹു സൈന്യത്തോടൊപ്പം കടന്നു. ഉറങ്ങിയെന്ന് വരുത്താൻ എല്ലാവരും ഉറക്കം പിടിച്ചപ്പോ സുലത്ത് ബിൻ അശിയം റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പോയി. ഏകാന്തമായ വന്യമായ സ്ഥലത്തേക്ക് ചെല്ലുമ്പോ ഒരു വന്യമൃഗത്തിന്റെ വായിലേക്കാണ് ചെല്ലുന്നത്. സുലത്ത് ബിൻ അശിയം റളിയല്ലാഹു അൻഹു അനങ്ങിയില്ല. അബൂ ഹമ്മാദ് ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ഇദ്ദേഹത്തെ ഒന്ന് പരിശോധിക്കാം. എല്ലാരും ഉറങ്ങുമ്പോ രാത്രി എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്ന് നോക്കാം. അങ്ങനെ നോക്കിയപ്പോ ബഹുമാനപ്പെട്ട സുലത്ത് ബിൻ അശിയം റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് വേണ്ടി കയ്യിന്ന് കിട്ടിയപ്പോ ഒരു വന്യജന്തു സിംഹം വന്നുകൊണ്ട് നിൽക്കുകയാണ്. സുലത്ത് ബിൻ അശിയം റളിയല്ലാഹു അൻഹു കുലുങ്ങിയില്ല. മഹാനവറുകൾ അനങ്ങിയില്ല. ബഹുമാനപ്പെട്ട അബൂ ഹമ്മാദ് ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനത് കണ്ടപ്പോഴേ ഒരു മരത്തിന്റെ മേലേക്കങ്ങ് കയറി. അവിടെ ഇരുന്നിട്ട് ഞാൻ നോക്കി ബഹുമാനപ്പെട്ട സുലത്ത് ബിൻ അശിയം തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന്.
പാതിരാ വേറെ നിസ്കാരം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നടക്കാൻ നേരം ഈ മൃഗത്തോട് പറയാണ്, അയ്യുഹസ്സബ, അല്ലയോ വന്യമൃഗമേ, വേറെ എവിടെങ്കിലും പോയി നിനക്കുള്ള അന്നം തേടിക്കോ, ഇവിടുന്ന് മെല്ലെ അങ്ങ് നടന്നോ. അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ സൈലത്ത് ബിനുൽ അഷിയമതങ്ങളുടെ വർത്തമാനം കേട്ടപ്പോൾ ഈ വന്യജന്തു അങ്ങ് നടക്കുകയാണ്. അറിയുമോ സഹോദരന്മാരെ, ഇതുപോലെയാണ് ഔലിയാക്കന്മാർ. അവർ ലോകത്തുള്ള നിയമങ്ങൾക്കും വ്യവസ്ഥിതികൾക്കും അപ്പുറത്ത് കറാമത്തുകൾ കൊണ്ട് അല്ലാഹു തആല ആദരിച്ചിട്ടുണ്ടവരെ. ആദരിച്ച ഔലിയാക്കളെ അറിയുന്നവർ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഔലിയാക്കന്മാരുണ്ടല്ലോ, അവർക്ക് പേടിയില്ല, അവർക്ക് ഭയമില്ല, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള പേടിയില്ല. അവരുടെ കണ്ണുകൾക്ക് അല്ലാഹു തആല മൈക്രോസ്കോപ്പിക് പവർ നൽകുന്നു, ചിലപ്പോൾ അവർക്ക് ടെലസ്കോപ്പിക് പവർ നൽകുന്നു, ചിലപ്പോൾ അവർക്ക് അല്ലാഹു തആല ഒരുപാട് അസാധാരണമായ പ്രത്യേകതകൾ നൽകി ഔലിയാക്കളെ ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റഹിമഹുല്ലാഹ് മഹാനവറുകൾ അല്ലാഹു തആല ഒരുപാട് കറാമത്ത് നൽകി. ആ കറാമത്തുകൾ എഴുതിയ മാലയാണ് മുഹീദ്ദീൻ മാല. ആ മുഹീദ്ദീൻ മാലയിൽ കറാമത്തുകൾ എഴുതിയപ്പോൾ പിൽക്കാലത്ത് വന്ന ചില ആളുകൾ 500 കൊല്ലം കഴിഞ്ഞ മാലയാണ് മുഹീദ്ദീൻ മാല. ആ മാലയിൽ പരാമർശിച്ച കറാമത്തുകൾ നമ്മുടെ പഴയകാല ഉമ്മമാർക്ക് അറിയാം. നഫീസത്തുമാല അറിയാം, മുഹീദ്ദീൻ മാല അറിയാം, ബദറുമാല അറിയാം. പുതിയ തലമുറയ്ക്ക് അറിയുന്നില്ല. ചില ആളുകൾ അശ്രദ്ധമായി പോയതാണ് കാരണം, ചിലപ്പോൾ അറബി മലയാളം എടുത്തുകളഞ്ഞതാണ് കാരണം, ചിലപ്പോഴോ മതം പഠിക്കാൻ നേരമില്ലാത്തതാണ് കാരണം. എന്നാൽ ചില ന്യൂനപക്ഷം അതൊക്കെയും തെറ്റാണെന്ന് ചിന്തിച്ചുപോയി. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഒരു കറാമത്ത് എന്താണ്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽഭാഗമെന്നോവർ. മഹാനവറുകളുടെ മുമ്പിലേക്ക് വരുന്ന ആളുകൾ മഹാനവറുകളോട് വിവരം പറയുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഹൃദയത്തിൽ ഉള്ള കാര്യം അറിഞ്ഞുകൊണ്ട് പറഞ്ഞ സന്ദർഭങ്ങൾ ഇമാം ശതുനൂഫി റളിയല്ലാഹു അൻഹു എഴുതിയിട്ടുണ്ട്. ആ എഴുതി വെച്ചത് അടിസ്ഥാനപ്പെടുത്തിയാണ് ഖാദി മുഹമ്മദ് അവറുകൾ മുഹീദ്ദീൻ മാല എഴുതിയത്. കോഴിക്കോട് 500 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് എഴുതിയതല്ല. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് സ്വന്തം ഒന്നും എഴുതുന്നില്ല. പിന്നെ ഞാൻ എവിടുന്നാണ് എഴുതുന്നത്? അവർ ചൊന്നേ ബൈത്തീന്നും ബഹജ കിതാബീന്നും അങ്ങനെ തക്മീല തന്നിന്നും ചൊന്നോവർ കോഴിക്കോടത്തൂറ അത്തീരെ ഉള്ളോവർ ഖാദി മുഹമ്മദ എന്ന് പേരുള്ളോവർ കോർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ മാലയുടെ രചയിതാവായ ഖാദി മുഹമ്മദ് അവറുകൾ സ്വന്തമായി ഒന്നും മുഹീദ്ദീൻ മാലയിൽ എഴുതിയിട്ടില്ല. പിന്നെ എവിടെന്നാണ് എഴുതിയത്? അവർ ചൊന്നേ ബൈത്തീന്നും മുഹീദ്ദീൻ ശൈഖിന്റെ തന്നെ ബൈത്തുകളിൽ നിന്നും ബഹജ കിതാബീന്നും വളരെ സ്വീകാര്യനായ പണ്ഡിതനാകുന്ന ഇമാം ശതുനൂഫിയുടെ ബഹുജത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ നിന്നും അങ്ങനെ തക്മീല തന്നിന്നും ചൊന്നോവർ. മുഹീദ്ദീൻ ശൈഖിന്റെ തന്നെ മുരീദുമാർക്കുള്ള ഉപദേശമാകുന്ന തക്മില ഈ 3 റഫറൻസിൽ നിന്നും കോർവ ഇതൊക്കെയും നോക്കിയെടുക്കുകയേ ചെയ്തിട്ടുള്ളൂ. സ്വന്തമായി ഒന്നും മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് ഖാദി മുഹമ്മദ് അവറുകൾ എഴുതിയിട്ടില്ല. ആ മുഹീദ്ദീൻ മാലയിൽ ബഹുമാനപ്പെട്ടവർ എഴുതി. മഹാനവറുകളുടെ മുമ്പിലേക്ക് വരുന്നവരുടെ ഉള്ളിലെ
താൽപര്യങ്ങൾ, ആഗ്രഹങ്ങൾ അവര് പറയുന്നതിന് മുമ്പ് തന്നെ അറിയുമായിരുന്നു. അള്ളാഹു അവർക്ക് നൽകുമായിരുന്നു. അല്ലാതെ അവർ ദൈവവാദം നടത്തിയവരല്ല. അള്ളാഹുവിന്റെ മറ്റേതെങ്കിലും അവിഹിതമായ ബന്ധങ്ങളെ പ്രചരിപ്പിച്ചവരല്ല. മറിച്ച് ഔലിയാക്കൾ ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്ത മഹാന്മാരാണ്. അറിയുമോ, ബഹുമാനപ്പെട്ട സയ്യിദുനാ സഫ്വാൻ ഇബ്നു മുഹ്രിസ് റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന് പറയുന്ന അക്രമിയായ ഭരണാധികാരി മഹാനവറുകളുടെ സഹോദരന്റെ പുത്രനെ പിടിച്ച് ജയിലിൽ അടച്ചു. മഹാനവറുകൾ സഹോദരന്റെ പുത്രനെ പിടിച്ച് ജയിലിൽ അടച്ചു. മഹാനവറുകൾ നേരെ പോയിട്ട് ആവശ്യപ്പെട്ടു, അദ്ദേഹത്തെ ഒന്ന് ഇറക്കി വിട്ടു തരണം. ഉബൈദുല്ലാ എന്ന് പറയുന്ന ഭരണാധികാരി, ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് ഒരുപാട് ആളുകളെ അപഹിതമായി കൊന്ന ഭരണാധികാരിയാണ്. അഹ്ലുൽ ബൈത്തിനെ പീഡിപ്പിച്ച ഭരണാധികാരിയാണ്. അദ്ദേഹം അത് കൂട്ടാക്കിയില്ല. ബഹുമാനപ്പെട്ടവര് നേരെ പോയങ്ങ് മുസല്ലയിൽ ഇരുന്നു. നിസ്കരിച്ചിട്ട് അള്ളാഹുവിലേക്ക് അങ്ങ് കരഞ്ഞു ദ്വാരക്കുകയാണ്. റബ്ബേ, അക്രമിയായ ഭരണാധികാരി അകാരണമായി എന്റെ സഹോദരന്റെ മകനെ പിടിച്ച് ജയിലിൽ അടച്ചിട്ടുണ്ട്. അയാളെ വിട്ടുതരുന്നില്ല റബ്ബേ. ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന ഭരണാധികാരിക്ക് കിടന്നുറങ്ങാൻ വയ്യ. ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന ഭരണാധികാരിക്ക് കിടന്നുറങ്ങാൻ വയ്യ. എന്തോ ഒരു അസ്വസ്ഥത. അതേസമയം മഹാനവറുകൾ അവിടെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പാതിരാത്രിയായി. ഭരണാധികാരി എഴുന്നേറ്റിട്ട് പട്ടാള മേധാവിയോട് പറയാണ്, ഇന്ന ജയിൽ പുള്ളിയെ ഇപ്പോൾ ഹാജരാക്കണം. പറഞ്ഞു, രാജാവേ, രാത്രി ഒരുപാട് വൈകിപ്പോയി. ഇപ്പൊ തന്നെ വേണോ, രാവിലെ വേണോ? ഇപ്പോൾ തന്നെ കൊണ്ടുവരണം, അദ്ദേഹത്തെ ഹാജരാക്കണം. ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് പറയാണ്, ഇൻതലിഖിൽ ആന ഇലാ അമ്മിക, ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ പിതൃവിന്റെ അടുക്കലേക്ക്, വാപ്പാന്റെ സഹോദരന്റെ അടുക്കലേക്ക് പോണം. ഇന്നക ഖറജ്ത ബിലാ കഫീലിൻ വലാ ശൈ. സിഫത്തു സഫു എന്ന ലോകപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ എഴുതുകയാണ്, ജാമ്യവും വേണ്ട, ദണ്ഡവും വേണ്ട, നിങ്ങളെ നിരുപാധികം ജയിൽ മോചനം നടത്തിയിരിക്കുന്നു. അറിയുമോ സഹോദരങ്ങളെ, ഈ നിലയിൽ ഔലിയാക്കൾ ആരാധന നടത്തുമ്പോ ലോകത്ത് വലിയ വിപ്ലവങ്ങൾ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? അള്ളാഹുവിന്റെ ഹബീബിന്റെ വലിയ മുഹിബ്ബാണ്, വലിയ സ്നേഹിതനാണ്. മദീനയിൽ ചെന്ന് റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലിയ മഹാനാണ്. ഒരിക്കൽ മഹാനവറുകൾക്ക് തോന്നി, പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ കൊണ്ട് മാത്രം റസൂലുള്ളാഹിന്റെ മദ്ഹ് എഴുതണം. അറബിയിലെ പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ, അലിഫ്, വാവ്, റാ പോലെയുള്ള പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ കൊണ്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് എഴുതണം. അങ്ങനെ 27 വരെയുള്ള കവിത പുള്ളിയില്ലാത്ത അക്ഷരങ്ങളെ കൊണ്ട് എഴുതുകയാണ്. ലഹൽ ഹിലാലു ഹിലാലുൻ ലാമിഉൽ അലമി ലില്ലാഹി ദാഇൻ റസൂലുള്ളാഹി ലിൽ ഉമമി. ഒരൊറ്റ അക്ഷരത്തിലും പുള്ളിയില്ല. 27 വരി കവിത എഴുതി റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. ലഹൽ ഹിലാലു ഹിലാലുൻ ലാമിഉൽ അലമി ലില്ലാഹി ദാഇൻ റസൂലുള്ളാഹി ലിൽ ഉമമി. ഒറ്റ അക്ഷരത്തിനും പുള്ളിയില്ല. പിന്നെ മഹാനവറുകൾക്ക് തോന്നി, പുള്ളിയുള്ള അക്ഷരങ്ങൾ കൊണ്ട് മാത്രം കവിത എഴുതണം. 20ഓളം വരി അങ്ങനെയും എഴുതി. യുശഖഖുനി ശഗഫി ഫഖിഫ്തു തജന്നുനി ബിനശ്ഖിൻ ശദീൻ അൻ നബിയിൻ യുനശഖു. കണ്ടില്ലേ, എല്ലാ അക്ഷരങ്ങളും പുള്ളിയുള്ളത്. അർത്ഥമാണെങ്കിലോ വളരെ ആഴമുള്ളത്.
ഈ നിലയിൽ റസൂലുള്ളാഹിന്റെ പേരിൽ മദ്ഹ് എഴുതിയ മഹാനാണ് വെളിയങ്കോട് ഉമർ ഖാലി തങ്ങൾ. ബ്രിട്ടീഷുകാരന് കപ്പം കൊടുക്കാൻ പറ്റൂല എന്ന മുക്കിടി സായിപ്പിന്റെ മുഖത്ത് തുപ്പിയിട്ട് രാജ്യസ്നേഹം പറഞ്ഞ് വൈദേശികന്റെ മുഴുവൻ ബോട്ടുകളെയും അറബിക്കടലിലേക്ക് വലിച്ചെറിയാൻ യുദ്ധം നടത്തിയ നേതാവാണ് ബഹുമാനപ്പെട്ട ഉമറുൽ ഖാലി തങ്ങൾ. ആ ഉമറുൽ ഖാലി തങ്ങളെ ജയിലിൽ അടച്ചു. ഉമറുൽ ഖാലി റളിയല്ലാഹു അൻഹു ജയിലിൽ അടച്ചു. തഹജ്ജുദിന്റെ സമയത്ത് നിസ്കരിക്കാൻ വുളു എടുക്കാൻ വേണ്ടി വെള്ളം ചോദിച്ചു. പാറാവുകാർക്ക് നൽകാനില്ല. സുബഹിയുടെ സമയം കഴിയുമ്പോൾ ഉമറുൽ ഖാലി തങ്ങളെ ജയിലിൽ കാണാനില്ല. താഴിട്ട് പൊട്ടിയ ജയിലാണ്. ജയിലെന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയല്ലേ, ഭദ്രമായി ബന്ദിയാക്കിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഉമറുൽ ഖാലി തങ്ങളെ കാണുന്നില്ല. തൊട്ടടുത്ത പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ നിസ്കരിക്കുന്നു ഉമറുൽ ഖാലി. എങ്ങനെയാ പള്ളിയിലെത്തിയത്? ജയില് പൊളിച്ചിട്ട് ചാടിയതല്ല. അല്ലാഹു ഔലിയാക്കൾക്ക് നൽകുന്ന ബഹുമാനമാണ്, കറാമത്താണ്, അത്ഭുതകരമായി എന്ന് ചരിത്രകാരന്മാർ എഴുതുകയാണ്. ആ അത്ഭുതത്തിനാണ് കറാമത്തെന്ന് പറയുന്നത് കേട്ടോ.